ഞാൻ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആട്ടോ ഇത്. പക്ഷെ ഇന്നലെ ചെയ്യാനെന്ന് പറയാൻ മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു എന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ചിലപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇന്നലെ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ സത്യം പറയാച്ചാൽ കുറേ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരെ പോലെയും ഞാനും എൻ്റെ മൊബൈൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ ഡോളർ കയറുന്നതും ഇൻസ്റ്റാഗ്രാമിലില്ല കേട്ടോ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഡോളറൊക്കെ കയറുന്നുണ്ട്. നമുക്ക് അതൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത സമയത്താണ് ഈ 1.5 വയസ്സുകാരൻ്റെ മരണ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു തരുത്ത് നിന്ന് പോയി. അതിന് 1-2 കാരണങ്ങളുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാനൊരു അമ്മയാണ് എന്നുള്ളതാണ്. അതൊക്കെ ഒരു കാരണമാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. കാര്യം ഞാനൊരമ്മയായിട്ട് ഞാൻ 2 കുഞ്ഞുങ്ങളെ പോറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കൊന്ന് ജലദോഷം പിടിച്ചാൽ, അല്ലെ എൻ്റെ മക്കൾ ഒരു നേരം വിശന്നിരുന്ന, അല്ലെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വയ്യായ്യ വരുമ്പോഴേക്കും ഈ നെഞ്ച് കിടന്ന് പെടയാറുണ്ട്. അതെൻ്റെന്നില്ല, എല്ലാ അമ്മമാരുടേതും പെടയും കേട്ടോ. എനിക്കെന്തോ ആ ഒരു ഫീലാണ് തോന്നിയത്, എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയതുപോലത്തെ ഒരു ഫീല്. അപ്പം അത് എനിക്ക് സഹിക്കാവുന്നതിലേക്കാട്ടിലും അപ്പുറമാണ്. ഞാൻ ഈയിടെ ഇങ്ങനെ ഈ വാർത്തകളൊക്കെ കാണുമ്പം അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. പക്ഷെ നമ്മുടെ ചൂരൽമലയിൽ ഒരു അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ 2 കുഞ്ഞിനെയും ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുമ്പോൾ അന്ന് ഞാൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ അവിടെ ഇഷ്ടം പോലെ മക്കളെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ അതേ ആവശ്യമില്ലാത്ത രീതിയിൽ തല്ലിക്കൊല്ലുന്ന മാതിരി. എന്തല്ലേ ഭയങ്കര വിഷമെന്ന് വെച്ചാൽ, അയ്യോ ആ കുഞ്ഞിനെ എനിക്കിങ്ങ് തന്നൂടായിരുന്നോ, ഞാൻ നോക്കൂലായിരുന്നോ എന്നുള്ളൊരു. ഞാൻ വലിയ സാമ്പത്തിക ശേഷി ഉള്ളവളൊന്നുമല്ല, എന്നാലും പട്ടിണിക്കിടുകയും ഉപദ്രവിക്കുകയും ഞാൻ ചെയ്യൂലായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം കുട്ടി കരയുന്നത് നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ അതിൽ കണ്ടു. അതിലൊരിക്കലും നാട്ടുകാരെ കുറ്റം പറയരുത് നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ, എൻ്റെ മകൻ ജനിച്ച സമയത്ത് ഫുൾ ടൈം കരച്ചിലായിരുന്നു. ഫുൾ ടൈം കരച്ചിൽ എന്ന് വെച്ചാൽ റേഡിയോ എങ്ങാൻ തുറന്ന് വെച്ചതിൻ്റെ മാതിരിയായിരുന്നു, അമ്മാതിരി കരച്ചിൽ. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള ഒരു സ്ത്രീ ഉണ്ട്, അവരൊരിക്കൽ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, അവോച്ച ഒന്ന് ആ ചെറുതിന് അപസ്മാരത്തിനൊന്ന് കൊണ്ടുവച്ച് കാണിക്കോ, ഇത് ഏത് നേരം ഇങ്ങനെ പാട്ട് പാടുന്ന ചെറുതല്ലേ എന്ന് ചോദിച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. പക്ഷെ കാലക്രമേണ അവിടുത്തെ ഒരു വീട്ടിൽ അവിടുത്തെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് ഇതേപോലെ കാറിക്കരയുന്നു. അപ്പം ഞാനും അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് അപസ്മാരത്തിന് കാണിച്ചുകൂടെ, കുട്ടി ഇങ്ങനെ എപ്പോഴിങ്ങനെ വെറുപ്പിച്ച് കരയുക ചെയ്യുക. ഇപ്പോഴും ഉണ്ട്, വലിയ ചെക്കനായിട്ടും ഇപ്പോഴും അത് കരയും. അത് കൂക്കിളിക്കുന്നതൊക്കെ സൗണ്ട് കേട്ടാൽ പഞ്ചായത്ത് മുഴുവൻ കേൾക്കും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ആ ഒരു കരച്ചിൽ കൊണ്ട് നമ്മൾ ഉപദ്രവിച്ചത് കൊണ്ട് ആ കരച്ചിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മോനൊക്കെ വാശി എന്ന് പറയുന്നത് അങ്ങ് അറ്റത്തായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം വിചാരിച്ചാൽ അത് കിട്ടി അവിടെ കിടന്ന് നിലത്ത് കിടന്ന് ഒഴിച്ച് അത് സാധിപ്പിച്ചെടുത്തു എന്ന് ഉള്ള അഹങ്കാരത്തോടുകൂടെ ആ ട്രോഫി വാങ്ങി പോകുന്ന ആൾക്കാരായി എൻ്റെ മോൻ കേട്ടോ. മോള് പിന്നെ അന്നും ഇന്നും സൈലൻ്റാണ്. അവളെ കൊണ്ടൊരു ഉപകാരം ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഉപകാരങ്ങൾ മാത്രമല്ലാണ്ട് കേട്ടോ. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് അമ്മമാർക്ക് ഉപകാരങ്ങൾ മാത്രമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ, നമുക്കൊക്കെ കുഞ്ഞിലേ എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് മാനസികമായിട്ടൊരു വിഷയമായി വരുമെന്നും ആ മാനസിക വിഷയം പിന്നീട് അത് മാറാൻ ഒരുപാട് കാലം എടുക്കും എന്നൊക്കെ പറയുന്നതൊക്കെ വളരെയധികം സത്യമാണ്. കാര്യം എന്താ വെച്ചാൽ, എൻ്റെ കുഞ്ഞിലേന്ന് വെച്ചാൽ എൻ്റെ മോനൊരു 6 മാസമായ സമയത്ത്, അത് എൻ്റെ കുഞ്ഞിലേന്ന് തന്നെ പറയണം കേട്ടോ. ആ 6 മാസമായ സമയത്ത് അന്നത്തെ കാലത്ത് വലിയൊരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജന്മം നൽകിയ അമ്മ വാഷിംഗ് മെഷീനിൽ കുട്ടിയെ ഇട്ട് കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അന്നൊക്കെയെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെയൊന്നും ഇല്ല മക്കളെ. എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് ഉണ്ട്. ആ ഒരു സമയത്തെങ്ങാണ്ടാണ് ഈ വാട്സപ്പ് എന്ന് പറയുന്ന സാധനമൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എവിടുന്നോ ഞാനൊരു ഫോട്ടോ കണ്ടു, ഇനി പത്രത്തിൽ നിന്നാണോ എന്നും എനിക്കറിയില്ല.
ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് കുമ്പിട്ട് ഒരു നിസ്സാവസ്ഥയിൽ കിടക്കുന്ന ഫേസും കാണൂല കേട്ടോ, പുറം മാത്രമേ കണ്ടിട്ടുള്ളൂ. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ. അതെൻ്റെ ഉറക്കം ഒരുപാട് ദിവസം കളഞ്ഞതാണ്. പിന്നീട് അങ്ങോട്ട് മോനെ എങ്ങനെയാ നോക്കേണ്ടത്, എനിക്ക് നോക്കിയിട്ടും മതിയാവുന്നില്ല. ഇവനാണേ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് വാശി പിടിച്ച് കരയുന്നൊരു ചെക്കന്. എന്താ ചെയ്യാന്നറിയാൻ മേലാത്തൊരവസ്ഥ. അപ്പോൾ പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, സഹകരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മൈഗ്രെയിൻ വന്ന സമയത്ത്. അപ്പോൾ സഹകരണ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഉണ്ട് ഒരു കുട്ടിയുടെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്, സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആ ചെറുത് കളിക്കുന്ന കളി കണ്ടിട്ട് അതിൻ്റെ അച്ഛനും അമ്മക്കും ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. അച്ഛനും അമ്മക്കും എന്നല്ല, കണ്ടു നിന്നവർക്കും ഒക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരത്തൊരു കളിയെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഈ വെയിറ്റ് നോക്കുന്ന മെഷീന്, അതിൻ്റെ മുകളിൽ കുറേ നേരം അത് റിപ്പയർ ചെയ്ത് നോക്കി. അതേപോലെ ഇതുണ്ടല്ലോ നമ്മുടെ കൈ, അതിനെന്താ ഇനി പറയുക, മറന്നുപോയി. എന്തായാലും അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഒറ്റയടിക്ക് അത് റിപ്പയർ ചെയ്യാൻ നോക്കിയ സമയത്ത് ആ അച്ഛനും അമ്മയും, ഈ അമ്മ മറ്റേ ബനിയന് എൻ്റെയൊക്കെ നഴ്സറി കാലഘട്ടങ്ങളിൽ എൻ്റെയൊക്കെ വെയിറ്റ് നഴ്സറിയിൽ തൂക്കം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു ട്രൗസർ നമ്മൾ ഇടിക്കും, അതിന് വാവാ സൂട്ടിൻ്റെ പോലത്തെ 4-5 വള്ളി ഉണ്ടാവും. ഈ വള്ളി ഇങ്ങനെ കൊളത്തി വെച്ചിട്ടാണ് നമ്മുടെ വെയിറ്റ് നോക്കുക. അതേപോലെ ആ സ്ത്രീ എന്താക്കി, ആ ടീഷർട്ട് ഇങ്ങനെ പൊക്കി ഈ താറാവിനങ്ങാൻ പൊക്കി കൊണ്ടുപോകും പോലെ. പിള്ളേരുടെ ഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അമ്മ എന്ന് പറയുന്നൊരു സംഭവം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അവർക്ക് ദേഷ്യം പിടിക്കുക. കാരണം ഒന്നാമത് എല്ലാവരും ഈ നടന്നു പോകുന്ന ചെരുപ്പിട്ട് നടക്കുന്ന സ്ഥലത്ത് ഈ കുട്ടി കിടക്കുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കൂലേ, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ചില മക്കളുടെ കളി കണ്ടാൽ നമുക്കൊക്കെ ദേഷ്യം വരുമെങ്കിലും ആർക്കും കൊല്ലാൻ തോന്നൂല, ഇല്ലേ? എൻ്റെ ചെറുതിൽ എനിക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം, നമുക്ക് സ്നേഹം എത്ര കിട്ടിയാലും മതിയാവൂലോ, എനിക്ക് കിട്ടിയാൽ മതിയാവില്ല, പക്ഷേ സ്നേഹം വീണ്ടും കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നൊരു പണി ഉണ്ടായിരുന്നു. ഞാൻ ചെറുതിലായ സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിലായപ്പം എൻ്റെ മൂത്ത സഹോദരിയുടെ മകന് 1.5-2 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പം ഞാനവിടെ പീഡിയയിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടുകാരോട് കൊഞ്ചി ഇങ്ങനെ ഞാൻ പറയും, ഒന്നെനിക്ക് തരും, ഒന്ന് പീഡിയത്തെട്ടോളം കൊണ്ടുപോകാനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ വയ്യേക്ക് പറഞ്ഞേക്കും. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങിയ ഒരു വളവുണ്ട്. ഒരു വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ 1-2 വളവാണ്. അപ്പം ഞാൻ എന്താക്കും, ഇനി ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റ ഓട്ടോടുമ്പോൾക്ക് ഇവൻ ഇപ്പുറത്തുനിന്ന് കരയും, ആളില്ലല്ലോ. കരഞ്ഞിട്ട് കുറച്ച് നേരം കരയുമ്പോൾക്ക് ഞാൻ ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വെക്കും. അപ്പോൾ ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, അത് സൈക്കോപാത്താണോ എന്ന് എനിക്കറിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് കുറേ ഉമ്മയൊക്കെ കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം ഇവനിങ്ങനെ ഒളിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ കൊല്ലണം എന്നാരും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെൺകുട്ടികൾ ചേച്ചിമാരുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മൾ അമ്മയാവുന്നതിനേക്കാട്ടിലും മുമ്പ് നമ്മളൊരമ്മയുടെ സ്ഥാനം വഹിക്കുന്നവരാണ്. എൻ്റെ ചേച്ചിയൊക്കെ ഉള്ള സമയത്ത് അവരുടെ കുഞ്ഞുങ്ങൾ അവർ നോക്കിക്കോന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതിനെക്കാട്ടി ഞാൻ നോക്കിയിരിക്കുമെന്ന് പറയും. അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, പക്ഷെ ഇവരെ ഞാൻ അങ്ങനെ നോക്കി. എൻ്റെ മൂത്ത സഹോദരൻ്റെ 2 മക്കളെയും ഞാനാണ് നോക്കിയത്, 2ാമത്തെ സഹോദരൻ്റെ മൂത്ത മോളെയും. അവളെ വല്ലങ്ങനെ എനിക്ക് നോക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ 3 ആളുമായിരുന്നു അന്നെൻ്റെ ലോകം. ഞാനത് പഠിക്കുന്ന കാലത്ത് നമുക്ക് വീട്ടിൽ ചെന്നാൽ കഥ പറയാനും പൊട്ട് തൊടിയിക്കാനും കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ ഇവരുണ്ടാവുമല്ലോ. എനിക്കെന്തോ അവരാരോ മിസ് ചെയ്ത പോലെ, അവരാരോ എൻ്റെ ലൈഫിൽ നിന്ന് പോയ പോലത്തെ ഒരു ഫീലൊക്കെ. എനിക്കെന്തോ വല്ലാത്തൊരു മെൻ്റലി എനിക്ക് ടെൻഷനായ തലവേദന വരും കേട്ടോ. അങ്ങനെ ഇന്ന് എനിക്ക് തലവേദന വന്ന് കാണിക്കുക വരെ ചെയ്തു. കാണിക്കാൻ പോയപ്പോൾ അതേ അവസ്ഥയുള്ളൊരു ചെറുത് അതേപോലെ കുസൃതി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ എന്തിനായിരുന്നു എനിക്കറിയില്ല, അവന് വേണ്ടേ ആർക്കേം കൊടുത്തുകൂടെ, വല്ലേ
എവിടെയെങ്കിലും കൊണ്ടുവച്ച് കളഞ്ഞുകൂടായിരുന്നു. എന്തിനാ ഇങ്ങനെ കൊന്നത്? എനിക്കിങ്ങനെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. നമ്മൾ അല്ലേ ആ ഒരു അവസ്ഥയിൽ കൂടെ പോവാതിരിക്കും. എനിക്കൊക്കെ 2 മക്കളെ നിലവിലുള്ളൂ. പക്ഷേ ചേച്ചിയുടെ 3 മക്കൾ, ഒരു ചേച്ചിയുടെ 2 മക്കൾ. അപ്പം എല്ലാം കൂടി കണക്കൂട്ടി നോക്കിക്ക് എത്ര മക്കളുണ്ട് എന്ന്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഞാനൊരു അമ്മയാണ്. 4 കുട്ടികളുടെ 5 കുട്ടികളുടെ ചിറ്റയാണ് ഞാൻ. 2 മക്കളുടെ അമ്മയാണ് ഞാൻ. ഈ ചിറ്റ എന്ന് പറയുന്നതും അമ്മക്ക് തുല്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും ഏട്ടത്തിൻ്റെ മോനോട് പറയും, ദേടാ നിൻ്റെ തള്ള കാഞ്ഞു പോയാൽ നിനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്ന്. സത്യമാണ്, അവരും അമ്മ തന്നെയാണ്. അപ്പം ഇത്രയും അമ്മയായിട്ട്, ഇത്രയും മക്കളുടെ അമ്മയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും വിഷമം. എനിക്കെന്തോ ഇന്നലത്തെ എൻ്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാണെന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്തിടട്ടെ എന്നാണ് വിചാരിച്ചത്. എന്താ സത്യം ഏതാ സത്യം എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നായിൻ്റെ മോന കോടതി വെറുതെ വിട്ടാലും മനുഷ്യന്മാർ വെറുതെ വിടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എൻ്റെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടടോ. തെറ്റ് ചെയ്തു എന്നും തെറ്റ് ചെയ്തതിന് തെളിവുണ്ട് എന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോയ കേസൊക്കെ നിസ്സാരതില്ല പ്രതി ഊരി ഇറങ്ങി പോകുന്നുണ്ടപ്പോൾ ആ കോടതിയോടുള്ള മതിപ്പൊക്കെ എനിക്ക് അങ്ങ് പോയതാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. ഏതായാലും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി എന്ത് പ്രാർത്ഥിച്ചിട്ടെന്ത്? ഒന്നുമില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാൻ പോണില്ല. ജീവൻ തരുമോ ദൈവം? അതിന് തിരിച്ച് ജീവൻ തരുമോ? പിന്നെ അവിടെ പോയിട്ട് അതിന് ഈ എല്ലാവരും പറയും പോലെ സ്വർഗവും നരകവും അതിങ്ങനെയൊക്കെയാണ് ചിന്തിക്കാനാണ്. ഒരു പാപവും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം? മനസ്സിലെന്നും ഓർത്തിരിക്കുക. പ്രാർത്ഥിച്ചിട്ട് അതിനൊന്നും കിട്ടാൻ പോകുന്നില്ല മക്കളെ. ഏതായാലും പോയത് പോയി. ഇനിയെങ്കിലും അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിൽക്കാം. അതാണ് നമുക്ക് വേണ്ടത്. ഇനിയെങ്കിലും വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന.